നമസ്കാരം. ഫിഫ ലോകകപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ, അതായത് ഇന്ന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കെ മത്സരത്തിലെ റഫറിമാരെ ചൊല്ലി വൻ വിവാദം പുകയുന്നു. ലോകകപ്പിലെ റഫറിയിങ് പിഴവുകളെ കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുന്നതിനിടെ ഫ്രാൻസ് മൊറോക്കോ മത്സരം നിയന്ത്രിക്കുന്നത് മുഴുവനും അർജന്റീനക്കാരായ റഫറിമാരാണ് എന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഈ ലോകകപ്പിൽ ഇതാദ്യമായാണ് ഒരു മത്സരത്തിലെ 5 റഫറിമാരും ഒരു രാജ്യത്ത് നിന്നുള്ളവരാകുന്നത്. മത്സരത്തിലെ പ്രധാന റഫറി ഫക്കുൻറ്റോ ചെല്ലോയാണ്. എന്നാൽ മൈതാനത്തെ റഫറിമാർ ആരാണെന്നത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് വ്യക്തമാക്കി ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദെഷാമും രംഗത്തെത്തി. ഓൺ പിച്ച് റഫറി ഫക്കുൻറ്റോ ചെല്ലോയ്ക്ക് പുറമെ അസിസ്റ്റന്റ് റഫറിമാർ, റിസർവ് അസിസ്റ്റന്റ്, ഫോർത്ത് ഒഫീഷ്യൽ എന്നിവരെല്ലാം അർജന്റീനക്കാരാണ്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീന കിരീടം നേടിയതിനു ശേഷം ഇരു ടീമുകളും തമ്മിൽ കടുത്ത കായികവൈര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഫ്രാൻസ് സെമിയിൽ എത്താതിരിക്കാൻ അർജന്റീനിയൻ റഫറിമാർ ഇടപെട്ടേക്കുമെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ അടക്കം ഫ്രഞ്ച് ആരാധകർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ വിവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ദെഷാം റഫറിമാരിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഒരു സ്പോർട്സ് മാധ്യമത്തോട് വ്യക്തമാക്കി. ഞങ്ങളുടെ എതിരാളികൾ മൊറോക്കോയാണ്, റഫറിമാരല്ല. റഫറിമാരെ എനിക്ക് വിശ്വാസമുണ്ട്. ഇത്തരം ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടീമിന്റെ ശ്രദ്ധ തിരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഫ്രഞ്ച് ടീമിന്റെ പൂർണ്ണ ശ്രദ്ധ കളിയിലും തന്ത്രങ്ങളിലും മാത്രമാണെന്നും ദെഷാം പറയുന്നു. കളിക്കളത്തിലെ കടുത്ത നിലപാടുകാരനായാണ് 44-കാരനായ ഫക്കുൻറ്റോ ചെല്ലോ അറിയപ്പെടുന്നത്. മുമ്പൊരു മത്സരത്തിൽ 10 കളിക്കാരെ ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കിയ ചരിത്രവും ചെല്ലോയ്ക്കുണ്ട്. അർജന്റീന സൂപ്പർ കപ്പിൽ ബോക്ക ജൂനിയേഴ്സ് റേസിംഗ് ക്ലബ് മത്സരത്തിലാണ് ചെല്ലോ 10 ചുവപ്പ് കാർഡുകൾ ഉയർത്തി ചരിത്രം സൃഷ്ടിച്ചത്. 2022 ഖത്തർ ലോകകപ്പിൽ മൊറോക്കോ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനൽ മത്സരം നിയന്ത്രിച്ചതും ഫക്കുൻറ്റോ ചെല്ലോ ആയിരുന്നു. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ നടക്കുന്ന ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നതും ഫക്കുൻറ്റോ ചെല്ലോയാണ്. ചെല്ലോയെ സഹായിക്കാൻ അസിസ്റ്റന്റ് റഫറിമാരായ അർജന്റീനക്കാരായ യുവാൻ പാബ്ലോ ബെലാറ്റിയും ഗബ്രിയൽ ചാരയും ഉണ്ടാകും. ജാരിയോ ഹരേര 4ാം റഫറിയായും ക്രിസ്ത്യൻ നവാരോ റിസർവ് അസിസ്റ്റന്റ് റഫറിയായും പ്രവർത്തിക്കുമെന്നാണ് ഫിഫ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫിഫ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് ഫ്രഞ്ച് മാധ്യമം RMC സ്പോർട്സ് വിമർശിച്ചത്. ലോകകപ്പിൽ നിന്നും ഫ്രാൻസിനെ പുറത്താക്കുകയാണ് ലക്ഷ്യമെന്ന അഭിപ്രായവും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അതേസമയം മൊറോക്കോയെ തോൽപ്പിക്കുകയാണ് തീരുമാനത്തിന് പിന്നിലെന്ന വിമർശനം മറ്റൊരു വിഭാഗവും ഉയർത്തുന്നു. ടൂർണമെന്റിൽ തുടക്കം മുതൽ തന്നെ റഫറിങ്ങിലെ പിഴവുകൾ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറിമാർ തീരുമാനങ്ങൾ എടുത്തു എന്ന ആരോപണം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ ബെൽജിയം US മത്സരത്തിന് മുന്നോടിയായി US താരം ഫോലാറിൻ ബലോഗന് ലഭിച്ച ചുവപ്പ് കാർഡ് സസ്പെൻഷൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിന് പിന്നാലെ പിൻവലിച്ചതും വലിയ നയതന്ത്ര കായിക വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് സെമിയിൽ മൊറോക്കോയെ 2-0 തോൽപ്പിച്ചാണ് ഫ്രാൻസ് ഫൈനലിൽ എത്തിയത്. അതിനാൽ തന്നെ ആ തോൽവിക്ക് പകരം വീട്ടാനാണ് അഷ്റഫ് ഹാക്കിമി നയിക്കുന്ന മൊറോക്കോ ഇന്ന് ഇറങ്ങുന്നത്. കാനഡ എതിരില്ലാത്ത 3 ഗോളുകൾക്കും കറുത്തരായ നെതർലൻഡ്സിനെയും തോൽപ്പിച്ചാണ് മൊറോക്കോ തുടർച്ചയായി 2ാം തവണയും ക്വാർട്ടറിൽ എത്തിയത്. മറുവശത്ത് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ജംബലെ എന്നിവരുടെ മിന്നും ഫോമിലാണ് ഫ്രാൻസിന്റെ അപരാജിത കുതിപ്പ്. ടൂർണമെന്റിൽ 7 ഗോളുകളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ മുന്നിലുണ്ട്. PSG-യിൽ സഹതാരങ്ങളും അടുത്ത സുഹൃത്തുക്കളുമായ എംബാപ്പയും ഹക്കിമിയും നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിലുണ്ട്. കർത്തരായ നോർവേ അടക്കം തോൽപ്പിച്ച് കളിച്ച് എല്ലാ മത്സരങ്ങളിലും 2 മുതലധികവും ഗോളുകൾ നേടിയ ഫ്രഞ്ച് പടയെ പൂട്ടാൻ കനത്ത പ്രതിരോധ തന്ത്രങ്ങളുമായുമാവും മൊറോക്കോ ഇന്ന് ബോസ്റ്റണിലെ ജിലറ്റ് സ്റ്റേഡിയത്തിൽ ബൂട്ട് കെട്ടുക.